സ്ത്രീ. അരുതരുത് ക്രൂരത സ്ത്രീയോടരുതരുത്, അവൾ നിന്റെ മകളാണ്, അമ്മയും സോദരി. അരുതരുത് ക്രൂരത സ്ത്രീയോടരുതരുത്, അവൾ നിന്റെ മകളാണ്, അമ്മയും സോദരിയും. നരജീവിതത്തിൻ മഹത്വം നിനയ്ക്കാതെ മൃഗസാമ്യ ചിത്തനായി ജീവിതം പേറുവാൻ. നിന്നെ ചുമന്നൊരു ഗർഭപാത്രത്തിൻ്റെ ശാപമോ, നിന്നെ ചുമന്നൊരു ഗർഭപാത്രത്തിൻ്റെ ശാപമോ, മണ്ണിന്റെ ദുരിതമായി സ്ത്രീക്കു വിനാശമായി. ഭ്രൂണമായി ആരിലോ ക്ഷേപിച്ചുണർത്തിയ ജന്മദാതാവിൻ നിഗൂഢമാം കൈകളിൽ സ്നേഹം പകർത്തിയും ദേഹം വളർത്തിയും ധന്യപ്രതീക്ഷകൾ ലോകത്തിനേകുവാൻ. സ്നേഹം പകർത്തിയും ദേഹം വളർത്തിയും ധന്യപ്രതീക്ഷകൾ ലോകത്തിനേകുവാൻ. ധർമ്മമാർഗങ്ങളിൽ നീ വളർന്നിടുവാൻ എല്ലാം മറന്നഹോ മൂഢാത്മചിത്തനാ. ദുർമാർഗ ചിന്താതലത്തിനധീനനായി നിന്നെ വിളിച്ച ഈ ധന്യമാം ഭൂമിയിൽ നന്ദികേടിന്റെ വിഷസർപ്പമായി നീ സന്മാർഗ സോദരീ ബന്ധം മുറിച്ചുകൊണ്ടാഭാസമായി നിൻ ഹീനപ്രവർത്തികൾ. ലൈംഗികതയ്ക്കു വിഷബാധയായി നീ മാനഭംഗം ചെയ്തു സ്ത്രീത്വം കവർന്നിടാൻ. അരുതരുത് ക്രൂരത സ്ത്രീയോടരുതരുത്, അവൾ നിന്റെ മകളാണ്, അമ്മയും സോദരി. ഒരു നിമിഷത്തിന്റെ കാമാർത്തി പൂണ്ടഹോ ക്രൂരമാം പീഡയ്ക്കിരയായി പിടഞ്ഞവൾ. ഒരു നിമിഷത്തിന്റെ കാമാർത്തി പൂണ്ടഹോ ക്രൂരമാം പീഡയ്ക്കിരയായി പിടഞ്ഞവൾ. നിരപരാധിത്വത്തിൻ രക്തസാക്ഷിത്വമായി കൊല ചെയ്തു എത്ര നിഷ്ഠൂരപാതകം. നിർദ്ദയം ചെയ്യുന്ന നീചപ്രവർത്തികൾക്കെത്തിടും കാലം കണക്ക് ചോദിക്കുവാനെല്ലാം ഗ്രഹിക്കുന്നൊരജ്ഞാത ശക്തിയുണ്ടാരേം വിധിക്കും അതാതിന്റെ ശിക്ഷകൾ. തിന്മകൾക്കേകും വിനാശപാഠങ്ങളായി മുന്നിലെത്തും നാളെ ദുഃഖശരങ്ങളായി. അതിനീച പാപിയായി സ്ത്രീ ശാപമേറ്റതോ, നിയതിതൻ ശിക്ഷാവിധിക്കടിപ്പെട്ടതോ. ഈ മുഗ്ധഭൂവിന്റെ അനുഗ്രഹം കാണാതെ ജീവനുണ്ടെങ്കിലും ചത്തുനാറുന്നു നീ. നിന്നെ ചുമന്നൊരു ഗർഭപാത്രത്തിന്റെ ശാപമോ. ടു ഓൾ. സെൻറ് പീറ്റേഴ്സ് ട്രെയിനിങ് കോളേജിൻ്റെ കീഴിലുള്ള
ആൻറ്റി ഡ്രഗ് ക്ലബിൻ്റെയും HSS കൂത്താട്ടുകുളം നാഷണൽ സർവീസ് സ്കീമിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വിമൻ എംപവർമെൻറ്റ് അവയർനെസ് പ്രോഗ്രാമിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മൈസെൽഫ് ജോമോൾ ജേക്കബ് ഫ്രം സെൻറ്റ് പീറ്റേഴ്സ് ട്രെയിനിങ് കോളേജ് കോലഞ്ചേരി. Women empowerment. Women's empowerment is promoting women's sense of self-worth, their ability to determine their own choices, and their right to influence social change for themselves and others. Why empower women? First one is her right. Second one, empowered girls mean healthier families. Third one, empowered girls are key to breaking the cycle of poverty for families around the world. Fourth one, empowered girls strengthen economies. Fifth one is the right thing to do. സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായി നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന തുല്യനീതി സ്ത്രീ സമൂഹത്തിന് ലഭ്യമാക്കുക എന്നതാണ് സ്ത്രീ ശാക്തീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മികച്ച വിദ്യാഭ്യാസമോ ഉയർന്ന ജോലിയോ നേടിയെടുക്കുമ്പോഴല്ല സ്ത്രീ സ്വാതന്ത്ര്യമുള്ളവളാകുന്നത്. സ്ത്രീകളെല്ലായ്പ്പോഴും പുരുഷനേക്കാൾ താഴെ നിൽക്കേണ്ടവളാണെന്ന അവരുടെ തന്നെ ചിന്തകളിൽ മാറ്റം വരുത്തുമ്പോഴാണ്. സ്വയം അടിമകളാകാതെ സ്വന്തം ജീവിതത്തിൽ തീരുമാനങ്ങളെടുക്കുവാൻ കഴിയുമ്പോഴാണ്. സ്വന്തം ജീവിതത്തിനും സ്വാതന്ത്ര്യത്തിനും മേലുള്ള മറ്റൊരാളുടെ അധികാരം സ്നേഹമല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് സ്ത്രീ ശക്തിയാകുന്നത്. ഇന്ന് സ്ത്രീ കടന്നില്ലാത്ത ഒരു മേഖലയുമില്ല. എല്ലായിടത്തും അവളുടെ പ്രാഗൽഭ്യം തെളിയിച്ചു കഴിഞ്ഞു. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ അവൾ അതിസമർത്ഥമായി നൈപുണ്യം കാഴ്ചവെക്കുന്നു. എന്നിട്ടും അവളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ, ആദരിക്കുവാൻ ഒരു വൈമനസ്യം എവിടെയൊക്കെയോ ദൃശ്യമാകുന്നത് എന്തുകൊണ്ടാണ്? ഈ 21-ാം നൂറ്റാണ്ടിലും സ്ത്രീകളുടെ പദവി, അന്തസ്, ആത്മാഭിമാനം എല്ലാം തരം താഴ്ത്തപ്പെടുകയല്ലേ, ചോദ്യം ചെയ്യപ്പെടുകയല്ലേ? മനുഷ്യൻ എന്ന നാണയത്തിൻ്റെ രണ്ടു വശങ്ങളാണ് സ്ത്രീയും പുരുഷനും. എന്നാൽ ഈ തുല്യത ഇന്നും കൈവരിച്ചിട്ടില്ല എന്നത് വളരെ ദുഃഖകരമായൊരു വസ്തുതയാണ്. സ്ത്രീ ഉപഭോഗ വസ്തുവോ നിസ്സഹായവോ അല്ല, തുല്യ അന്തസ്സും സ്ഥാനവും അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ തുല്യത ഉറപ്പുവരുത്തണമെങ്കിൽ മനോഭാവത്തിൽ മാറ്റം വരുത്തണം. സ്ത്രീയുടെയും പുരുഷൻ്റെയും മനോഭാവത്തിൽ മാറ്റം വരുത്തണം. സ്ത്രീകൾക്ക് സ്വത്വബോധം വരണം. പൊതുസമൂഹത്തിലെ ഓരോ അംഗത്തിനും അവൾ തുല്യസ്ഥാനീയാണ് എന്ന ബോധ്യം വരുത്തണം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു ദേശത്തിൻ്റെ പുരോഗതി എന്നത് സ്ത്രീയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന വിദ്യാഭ്യാസം, തൊഴിലവസരം എന്നിവ സ്ത്രീകൾക്ക് നൽകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. സ്ത്രീയെ അപമാനിക്കുന്നിടത്ത്, അവഹേളിക്കുന്നിടത്ത് പുരോഗതി ഉണ്ടാകുകയില്ല എന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. 75% വരുന്ന സ്ത്രീകൾ ഇപ്പോഴും സ്വഭവനങ്ങളിലും ജോലിസ്ഥലങ്ങളിലും സമൂഹത്തിലും അരക്ഷിതരാണ്. അവൾക്ക് സ്വന്തം നിഴലിനെ പോലും പേടിക്കേണ്ട അവസ്ഥയാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ഈ നാട്ടിലാണ്, ഇവിടെ തന്നെയാണ് ഇനിയും ജീവിക്കേണ്ടതും എന്ന ആത്മവിശ്വാസമാണ് ഓരോ പെൺകുട്ടിക്കും സ്ത്രീകൾക്കും പകർന്നു നൽകേണ്ടത്. സ്ത്രീ ശാക്തീകരണം സാധ്യമാകണമെങ്കിൽ സ്ത്രീകൾ വിദ്യാസമ്പന്നരും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരും നേതൃസ്ഥാനങ്ങൾ അലങ്കരിക്കാൻ പ്രാപ്തരാകുകയും ചെയ്യണം. അതെങ്ങനെ സാധ്യമാകാമെന്നും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ എങ്ങനെ നേരിടാമെന്നും ഈ വെബിനാറിലൂടെ നമുക്ക് ചിന്തിക്കാം. ഈ വെബിനാർ 2 സെക്ഷനുകളായാണ് നടത്തപ്പെടുന്നത്. ഫസ്റ്റ് സെക്ഷൻ ക്രൈം അഗൈൻസ്റ്റ് വുമൺ. ക്ലാസ് നയിക്കുന്നത് സെലിൻ ഗീവർഗീസ്, സെൻറ്റ് പീറ്റേഴ്സ് ട്രെയിനിങ് കോളേജ് കോലഞ്ചേരി. സെക്കൻഡ് സെഷൻ ഹൗ ടു എംപവർ വുമൺ. ക്ലാസ് നയിക്കുന്നത് ഫസീന പി, സെൻറ്റ് പീറ്റേഴ്സ് ട്രെയിനിങ് കോളേജ് കോലഞ്ചേരി. Respected and my beloved, myself Celine Givargis from St. Peter's Training College, Kolanchery. Today I am standing before you to speak few words on women empowerment.
Empowering women is an indispensable tool for advancing development and reducing poverty. The French proverb rightly says, "Men makes roads, but it is the women who teach the children how to walk on them." While I am talking about the women empowerment, you may think about the women issues like acid throwing, child marriage, domestic violence, dowry, honor killing, female infanticide, sex selective abortion, rape, sexual harassment, etc. Why is it so? Is it because of India is not a developing country? No, of course not. India is a developing nation. Nearly 60% of India's GDP driven by domestic private consumption. The country remains the world's sixth longest consumer market. Is it because of poor literacy? No. India is having a good educational system. India has made great strides in improving access to quality education. But still, in every moment, women being abused physically and mentally. Recently, the Supreme Court of India quashed a Bombay High Court decision to acquit a man charged with assault under the Protection of Children from Sexual Offence Act (POCSO) solely on the grounds that he groped the child over her clothes without skin-to-skin contact. The crazy thing behind the case is that this verdict issued by a woman called Justice Pushpa. It's very shameful to say that name, right? These kinds of judgments shows even judiciary is not well aware and sensitive to violence against women. Crimes against women, we can see all the problems like acid attack. One of the famous case on the crime, Lakshmi Agrawal case, a 27-year-old woman attacked with acid by her lover. According to the police, the woman spurned the accused marriage proposal several times. Because of this, a woman lost her career. You can see the faces affected through acid. Next is child marriage. Child marriage refers to any formal marriage or informal union between a child under the age of 18 and an adult or another child. Child marriage negatively affected the Indian economy and can lead to an intergenerational cycle of poverty. Girls and boys married as a children more likely lack the skills, knowledge, and job prospects needed to lift their families out of the poverty and contribute to their country's social and economic growth. The Prohibition of Child Marriage Act 2006 came into force on 1st November 2007 in India. Next is, you can see, domestic violence. Domestic violence means that in a relationship or marriage, one or both of the partners uses physical, sexual or psychological violence to try to get power or control over the other or due to losing their temper. Domestic violence can be lethal. Death is always possible as an accidental outcome of their violence. It can also be an intentional outcome. In Virginia, someone is killed by their intimate partner every 5 days. Nationwide, 10% of
all female homicide victims and 4% of male homicide victims were killed by their intimate partners in 2007 according to the Bureau of Justice Statistics. Next, the most happening thing is honor killing. Honor killing, most often the murder of a woman or a girl by a male family members. The killers justify their action by claiming that the victims has brought dishonor upon the family name or prestige. Ironically, female relatives often defend the killings and occasionally help set them up. You might be know the two cases are reported regarding honor killing. One is about a woman who fights over a low caste husband's murder by her family in April 2016. The another one was happened on Kerala. Dalit youth murdered by wife's family just day after their wedding. In 2010, 1,000 cases of honor killing are reported, and 90% of these incidents were reported from Punjab, Haryana, and Uttar Pradesh. Now, this is the very much shameful problem is happening on India, most of the India, that is dowry. Now, dowry cruelty we can say, or dowry death we can say. Nowadays, dowry deaths are deaths of married women who are murdered or driven to suicide by continuous harassment or tortured by their husbands and in-laws over a dispute about their dowry, making the women's homes the most dangerous place for them to be. In 2009, 8,383 deaths occurred. In 2010, 8,391 deaths, and so on till now. It is increasing day by day. A 22-year-old Kerala woman, Vismaya V. Nair, died by suicide, but she was driven to suicide by constant of dowry harassment and mental harassment by her husband Kiran Kumar, says the police charge sheet submitted in the case that had shocked Kerala. Vismaya, who was student of Bachelor of Ayurveda Medicines, was found dead in the house of her husband S. Kiran Kumar as at the Southern District of Kollam on June 21 this year. So, giving or taking of dowry shall be punishable with imprisonment. Female infanticide. Although female infanticide has been criminalized in India, it remains an underreported crime due to the lack of reliable data. In 2010, the National Crime Records Bureau reported approximately 100 male and female infanticide, producing an official rate of less than one case of infanticide per million people. Rape. Rape is the fourth most common crime against women in India. According to the 2019 annual report of National Crime Records Bureau, 32,033 rape cases were registered across the country, or an average of 88 cases daily, slightly lower than 2018 when 91 cases were registered daily. Rape is a traumatic experience that affects the victim in physical, psychological, and sociological ways.
Even though the effects and aftermath of rape differentiate among victims, individuals tend to suffer from similar issues found within these three categories. The Odisha rape victims was just 3-year-old. Banda victim was 8-year-old. Hathras victim was just 19. Bulandshahr girl who was raped and set on fire was also 12-year-old. The list can go on and on. What is more shocking is that fact that in most of the cases it has turned out that these minor girls are sexually abused and molested by someone they already know or someone who is known to their families. According to a report by a child rights NGO CRY, the sexual offense is committed against a child in India every 15 minutes, and there has been an increase of more than 500% over the past 10 years in crime against minors. Sexual harassment. Sexual harassment is a behavior. It is defined as an unwelcome behavior of sexual nature. Sexual harassment at a workplace is a widespread problem in the world, whether it be a developed nation or a developing nation or underdeveloped nation. Atrocities against women is a common everywhere. It is a universal problem giving negative impact on both men and women. It is happening more with women gender in particularly. Act 2013, it is a legislative act in India that seeks to protect women from sexual harassment at their place of work. It was passed by the Lok Sabha on 3 September 2012. It was passed by the Rajya Sabha on 26th February 2013. So this is all about the problems against women that happening in all over the world, or we can say most of in India. So let us hold our hands together for empowering women. Let me conclude my words. For this, we need to respect them, we need to care them and save them. Thank you. Good evening all. Myself Farsina P from St. Peter's Training College, കോലഞ്ചേരി. ഇതുവരെ നമ്മൾ എന്താണ് വിമൺ എംപവർമെൻറ്റ്, അതുപോലെ തന്നെ ക്രൈംസ് അഗൻസ്റ്റ് വിമൺ എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് ഹൗ ടു എംപവർ എ വുമൺ ഓർ വേസ് ടു എംപവർ എ വുമൺ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അതിൽ മെയിനായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക് എംപവർമെൻറ്റ്, പൊളിറ്റിക്കൽ എംപവർമെൻറ്റ്, എഡ്യൂക്കേഷൻ, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സെൽഫ് ഡിഫെൻസ്, സ്കീംസ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് സപ്പോർട്ട് അതർ വുമൺ. So the first topic is economic empowerment. Economic empowerment എന്നാൽ it's a capacity of women and men to participate in, contribute to and benefit from growth process in ways which recognize the value of their contributions and respect their dignity and make it possible to negotiate a
fairer distribution of the benefits of growth. Now a woman can't, ഒരു സ്ത്രീക്ക് എന്ത് പറ്റില്ല, ഒരു നല്ലൊരു ഡീസൻറ്റ് വർക്ക് അല്ലെങ്കിൽ ഒരു ഡീസൻ്റായ ഇൻകം ഏൺ ചെയ്യാൻ കഴിയില്ല. ലോകത്ത് പുരുഷന്മാരുടെ ശമ്പളത്തിൻ്റെ 24% കുറവാണ് ഒരു സ്ത്രീക്കുള്ള സാലറി അല്ലെങ്കിൽ അവളുടെ വേതനം. സ്ത്രീകൾ പുരുഷന്മാർ കുട്ടികളെ നോക്കുന്നതിൽ 4 ഇരട്ടിയായിട്ട് നോക്കുന്നുണ്ട്. ആൻഡ് പല രാജ്യങ്ങളിലും, അതായത് 57 രാജ്യങ്ങളിൽ എക്കണോമിക് എംപവർമെൻറ്റ് പ്രൊജക്റ്റ് നിലവിൽ നടക്കുന്നുണ്ട്. When a woman or economic empowerment increases, women's access to economic resources and opportunities including jobs, financial services, property and other productive assets, skill development and market information. ഒരു വുമൻ്റെ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ അവളുടെ എംപവർമെൻറ്റ് അവളുടെ റൈറ്റ്സിനെയും ആൻഡ് അവരുടെ ലൈഫ് സ്റ്റൈലിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു എബിലിറ്റി ഒക്കെ ഉണ്ടാവുന്നതാണ്. ആൻഡ് ദേ ഹാവ് ബെറ്റർ reputation or status in the society. It's about creating just and equitable societies. Women often face discrimination and persistent gender inequalities. With some women experience multiple discrimination and exclusion because of factors such as ethnicity or caste. ലോകത്ത് 66% വുമൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ 50% ഫുഡ് പ്രൊഡക്ഷനിൽ നടക്കുന്നുള്ളൂ. ആൻഡ് 10% മാത്രം സ്ത്രീകളെ ഇൻകം ഏൺ ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ 1% സ്ത്രീകളെ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നുള്ളൂ. Whether the issue is improving education in developing world or fighting global climate change or addressing nearly any other challenge we face, empowering women is a critical part of the equation. So through women economic empowerment, there could access to income and assets, then control of and benefit from economic gains, and there will be power to make decisions, and there will be economic development as well. Increasing the role of women in the country is the part of solution to the financial and economic crisis and critical for economic realizing resilience and growth. However, at the same time, we need to be mindful that women are in some contexts bearing the cost of recovering from the crisis. With the loss of jobs, poor working conditions, and increase in precariousness. Next topic, political empowerment. Political empowerment refers to the process of transferring various elements of power like resources, capabilities, and positions to those who don't having it. The meaningful participation of women in national, local, and community leadership role has become an important focus on global development policy. Still, some may ask why it matters if women become political leaders, elected policy makers, or civil society activists.
Why does the world need more women involved in all aspects of the political process? Women's political participation results in tangible gains for democracy, including greater responsiveness to citizen needs, increased cooperation across party and ethnic lines, and a more sustainable future. Women participation in politics helps advance gender equality and affect both the range of policy issues that gets considered and the type of solution that are proposed. The words of the National Democratic Institute's Chairman Madeleine Albright, women in power can be counted on to raise issues that others overlook, to support ideas that others oppose, and to seek an end to abuse that others has. Feminists assert that until the condition of equal participation of women in public life is fulfilled. So, on the basis of this, in our country, in all panchayats, there is reservation for women 1 out of 3. And so, through this, at grassroots level, women can enter into politics and it will encourage them to join in politics. So, male and female legislators work together in order to solve the myriad of problems in their countries. In order to meet worldwide development goals and build strong, sustainable democracies, women must be encouraged, empowered, and supported in becoming strong political and community leaders. Female policymakers are in better positions to understand the hurdles associated with gender discriminations in social institutions and may be better able to fight against them. ഇനി നമുക്ക് ചില എമിനൻറ്റ് പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ പരിചയപ്പെട്ടാം. ഫസ്റ്റ് ആര്യ രാജേന്ദ്രൻ. Arya Rajendran is an Indian politician who currently serves as the mayor of the Tirunelveli Corporation. She is a younger woman, or first younger woman who became a mayor in our state. And other eminent personalities, women eminent personalities are Pratibha Patil, Mamata Banerjee, Jayalalitha, etc. Next topic, education. If you educate a man, you educate an individual. However, if you educate a woman, you educate a whole family. Women empowered means the nation India got empowered. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പകുതിയിലേറെ സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷനിലൂടെ ഒരു വുമണിനെ എംപവർ ചെയ്താൽ, അല്ലെങ്കിൽ മൊത്തമായുള്ള വുമണിനെ എംപവർ ചെയ്താൽ നമ്മുടെ നാഷൻ്റെ എക്കോണമി തന്നെ സ്ട്രെങ്തൻ ചെയ്യും. ഒരു സ്ത്രീയെ സംബന്ധിച്ച് എഡ്യൂക്കേഷൻ എന്നതൊരു മൈൽ സ്റ്റോൺ ആയിട്ടാണ്. കാരണം എഡ്യൂക്കേഷനിലൂടെ അവർക്ക് ഫേസ് ചലഞ്ചസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ കഴിയും. ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ, സൊസൈറ്റിയുടെ, അല്ലെങ്കിൽ നമ്മുടെ നാഷൻ്റെ തന്നെ ഗൈഡിങ് ലൈറ്റ് ആയിട്ട് ഒരു എഡ്യൂക്കേറ്റഡ് വിമണിന് കഴിയും. അവർക്ക് ഹാപ്പി ഫാമിലി അല്ലെങ്കിൽ ഒരു ഗുഡ് റിലേഷൻ
മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. എഡ്യൂക്കേഷനിലൂടെ അവരുടെ ഫീലിങ്സ് ഒരു നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ അവർക്ക് പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനുമെല്ലാം സാധിക്കും. ആൻഡ് ത്രൂ എഡ്യൂക്കേഷൻ ദ ഗെറ്റ് എംപവേർഡ്. അതുപോലെ തന്നെ ഏർലി മാരേജ്, ബാല്യവിവാഹമൊക്കെ തടയാനും സാധിക്കും. ദർ കുഡ് റെഡ്യൂസ് ദ ഏർലി മാരേജസ്. So through women education, they could learn gender equality, and educated women enters labor force, and this increases the labor force of a country. So educated women labor force implies efficiency in production process, and efficient production translates into higher growth and development. So educated women empower women and strengthen the economy of the nation. Next topic, financial stability. Financial stability or financial independence is the status of having enough income to pay one's living expense for the rest of one's life without having to be employed or dependent on others. When you have reached a state of financial stability, you are confident and completely stress-free when it comes to money. You are not worried about having the funds to pay your bills, and you are saving money each month as well. You are also debt free. When a woman becomes financially independent, it means she has her own income and is able to manage her financial state. Therefore, they have more power to decide on their own life choices. It is important and crucial life choices that have serve impacts on their life. They don't have to depend on someone else's money. This changes significantly if applied to both married or single women. For married women, being financially independent means having spare lifeboat in the form of their own income, which can be used to help their families during an economic crisis or ease their husband's financial problem. Whereas for single women, financial independence gives them the same power and freedom. They are able to provide for themselves without needing financial aid from other people, including their parents. This allows them to make plans, actually do them. Independent women will become the person that other people look up to, taken seriously and dependable in material and professional aspects. They have the power to make bigger decisions in their life. And being dependable in this situation is not only be beneficial to other people around you, but also to yourself. When you have the urge to make life-changing decisions, such as resigning from a job or going back to school, you will no longer have to worry about financial problems. So, when you get a financial independent woman,
You got to become an inspiration for women and other people around you. You are the aspiration to transform into a financially independent woman who is brave enough to make big and crucial decisions. The aspiration to become more responsible towards herself and loved ones, and motivating people to start improving their lavish lifestyle and bad financial management, where their monthly income is spent on secondary needs. You are the aspiration to at last become financially independent as you have proven to be. So through financial independence, a woman will get secured also confidence as well power, and they will get opportunity and a good status in the society. In our country, a woman is considered, or our society believes that they are born to stay in home until the kids are old to live enough. Our society believes that a woman is a machine. So it's time to change that women are not a machine. They also have the equal right to as men. They should be financially independent. Next topic, self-defense. ഇന്ന് സ്ത്രീകൾ പല പല ആവശ്യങ്ങൾക്കായി പുറത്തേക്ക് ഇറങ്ങുന്നു. അവർ പഠനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ അവർ ആദ്യം മനസ്സിൽ കരുതുക, താൻ പുറത്തേക്ക് പോയാൽ സേഫ് ആകുമോ, ആരെങ്കിലും തന്നെ ഹാം ചെയ്യുമോ, അല്ലെങ്കിൽ അവൾ ഹറാസ്മെൻറ്റിന് വിക്ടിം ആകുമോ എന്നൊക്കെയാണ്. ഇന്ന് പലരും റേപ്പ് ആൻഡ് സെക്ഷൽ ഹറാസ്മെൻറ്റിന് വിക്ടിം ആയിട്ടുണ്ട്. പല രാജ്യങ്ങളിലും വുമണിനെ സെക്യൂർ ചെയ്യാൻ പ്രോപ്പർ സിസ്റ്റം ഇല്ലാത്തതിനാൽ ജോബ് ലെവലിലും എഡ്യൂക്കേഷൻ ലെവലിലും വിമൺ കുറവാണ്. പക്ഷേ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് കൊണ്ടൊന്നും ഈ പ്രശ്നം ഒഴിഞ്ഞു പോകില്ല. അതിന് നമുക്ക് സെൽഫ് ഡിഫെൻസ് ആവശ്യമാണ്. കുംഫു, കരാട്ട പോലത്തെ പലവിധ വിദ്യകളും ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ സെൽഫ് ഡിഫെൻസ് പഠിക്കുന്നതിലൂടെ എ വുമൺ വിൽ ബി സേഫ്. ദർ വിൽ ബി സേഫ്റ്റി ആൻഡ് കോൺഫിഡൻസ്. പിന്നെ അവർ എംപവേർഡ് ആകുന്നു. ആൻഡ് ഡിസിപ്ലിൻ വിൽ ബി ദർ. ദേ വിൽ ബി കാമർ, അണ്ടർസ്റ്റാൻഡിങ്, ഫ്ലെക്സിബിൾ ആൻഡ് മൈൻഡ് കൺട്രോൾ എറ്റ്സെട്ര. അതുപോലെ തന്നെ സെൽഫ് ഡിഫെൻസിലൂടെ അവർക്ക് ഡിപ്പെൻഡൻസി റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു. അവർക്ക് എവിടെ വേണമെങ്കിലും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനുള്ള ധൈര്യമുണ്ടായിരിക്കും. സെൽഫ് ഡിഫെൻസിനുള്ളൊരു സിമ്പിൾ ടെക്നിക് എന്ന് വെച്ചാൽ മെമ്മറൈസ് വൾണറബിൾ സ്പോട്ട്. നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന അറ്റാക്കർ, whether he is a big or a strong person, we don't need to bother about it. അയാളുടെ വൾണറബിൾ സ്പോട്ടിൽ അറ്റാക്ക് ചെയ്യുക. ഈ വൾണറബിൾ സ്പോട്ട് എന്ന് വെച്ചാൽ ഹിസ് വീക്ക് പോയിന്റ്, ലൈക്ക് നോസ്, ഐസ്, ത്രോട്ട്, നീസ് എറ്റ്സെട്ര. സോ ത്രൂ സെൽഫ് ഡിഫെൻസ് ഒരു സ്ത്രീക്ക് എംപവേർഡ് ആവാം. ദെൻ മേക്ക് വുമൺ എംപവർ ത്രൂ സെൽഫ് ഡിഫെൻസ്.
Next topic, schemes launched by government. വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് നിറയെ സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് മഹിള ഇ ഹാത്ത്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, വൺ സ്റ്റോപ്പ് സെൻറ്റർ സ്കീം എക്സെട്ര. അതിൽ ഫസ്റ്റ് വൺ മഹിള ഇ ഹാത്ത്. ഈ മഹിള ഇ ഹാത്ത് എന്നതൊരു ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇത് മെയിനായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് വുമൺ എൻ്റർപ്രണേഴ്സിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു മഹിള ഇ ഹാത്ത് എന്നൊരു സ്കീം ലോഞ്ച് ചെയ്തത് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആണ്. ഇതൊരു ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഡിജിറ്റൽ ഇന്ത്യയുടെ പാർട്ടായിട്ടും കണക്കാക്കപ്പെടുന്നു. നെക്സ്റ്റ് വൺ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നൊരു വാക്കാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. നമ്മുടെ ഇന്ത്യയിൽ ഉത്തരാഖണ്ഡ്, ബീഹാർ, യു പി, പഞ്ചാബ്, ഡൽഹി, ഹരിയാന എന്നിവിടങ്ങളിലൊക്കെ ഭ്രൂണഹത്യ വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതൊരു പെൺകുഞ്ഞാണെങ്കിൽ നല്ലവണ്ണം ഭ്രൂണഹത്യ നടക്കുന്നു. ഇങ്ങനെ ഭ്രൂണഹത്യ കുറക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആൻഡ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റും കൂടെ 2015 ജാനുവരി 22 സേവ് ദ ഗേൾ ചൈൽഡ് എന്ന മൂവ്മെൻറ്റ് ഇറക്കി. അതുപോലെ തന്നെ ഈ ഒരു ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന സ്കീമിലൂടെ യങ് ഇന്ത്യൻ ഗേൾസിന് വെൽഫെയർ സർവീസിനെ പറ്റി അവയർനെസ് കൂടെ കൊടുക്കുന്നുമുണ്ട്. നെക്സ്റ്റ് വൺ സഖി ഓർ വൺ സ്റ്റോപ്പ് സെൻറ്റർ സ്കീം. ഈ ഒരു വൺ സ്റ്റോപ്പ് സെൻറ്റർ സ്കീം എന്നത് സഖി എന്ന പേരിലും അറിയപ്പെടുന്നു. ഇത് 2015 ഏപ്രിൽ 1 നിർഭയ ഫണ്ട് കൂടിയാണ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വൺ സ്റ്റോപ്പ് സെൻറ്റർ ഇന്ത്യയിലെ പലവിധ ഇടങ്ങളിലും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ എയിം അല്ലെങ്കിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് അതിക്രമത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് സഹായമാകുന്നതിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ഷെൽട്ടർ അല്ലെങ്കിൽ പോലീസ് ഡെസ്ക്, ലീഗൽ ഓർ മെഡിക്കൽ, അതുപോലെ തന്നെ കൗൺസിലിംഗ് സർവീസ് കൂടെ നൽകുന്നുമുണ്ട്. നമ്മുടെ കേരളത്തിൽ വയനാട് കൽപ്പറ്റയിലും വൺ സ്റ്റോപ്പ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വൺ സ്റ്റോപ്പ് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പർ 181 എന്നാണ്. അതുപോലെ തന്നെ ഇത് 24 hours വർക്കിംഗും ആണ്. നെക്സ്റ്റ് വൺ വർക്കിംഗ് വുമൺ ഹോസ്റ്റൽ. ഈ ഒരു വർക്കിംഗ് വുമൺ ഹോസ്റ്റൽ വർക്കിംഗ് വുമൺസിന് സേഫ് ആൻഡ് കൺവീനിയൻ്റ് ആയിട്ട് അക്കോമഡേഷൻ നൽകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ദൂരയാത്രയൊക്കെ ചെയ്ത് അറിയാത്ത ഇടങ്ങളിലേക്കൊക്കെ നമ്മൾ പോയാൽ നമുക്കൊരു സേഫ് ആൻഡ് കൺവീനിയൻ്റ് ആയിട്ടുള്ള അക്കോമഡേഷൻ കിട്ടിയേക്കണമെന്നില്ല. സോ ത്രൂ വർക്കിംഗ് വുമൺ ഹോസ്റ്റൽ ഒരു സേഫ് ആൻഡ് കൺവീനിയൻ്റ് ആയിട്ടുള്ള അക്കോമഡേഷൻ ലഭിക്കുന്നു. അതുപോലെ തന്നെ അവിടെ ഡേ കെയർ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഈ ഒരു ഹോസ്റ്റൽ സ്കീം നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇതുകൂടാതെ സോദാർ ഗ്രേഹ് സ്റ്റെപ്പ് സപ്പോർട്ട് ടു ട്രെയിനിങ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഫോർ വുമൺ, നാരി ശക്തി പുരസ്കാർ എന്നീ സ്കീമുകളൊക്കെ വുമൺ എംപവർമെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് സപ്പോർട്ട് അതർ വുമൺ.
When women support each other, incredible things happen. An empowered woman should empower other women. ഒരു എംപവേർഡ് ആയൊരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ എംപവർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അവരെ എംപവർ ചെയ്യുന്നതിന് വേണ്ടി ടെൽ യുവർ സ്റ്റോറി, നിങ്ങളുടെ കഥ പറയുക. ഇപ്പോൾ നിങ്ങളൊരു ഹയർ പൊസിഷനിൽ ആണെങ്കിൽ ചിലർ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടാവും, ഓർ ദേ വിൽ ബി ഒബ്സർവിങ് യു ടു ഗെറ്റ് ദ എംപവേർഡ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറി പറയുക. നിങ്ങളുടെ സ്റ്റോറി എങ്ങനെ നിങ്ങൾ എംപവേർഡ് ആയി, അത് പറയുമ്പോൾ നിങ്ങളുടെ മെറിറ്റ്സ് മാത്രമല്ല ഡിമെറിറ്റ്സ് കൂടെ, നിങ്ങൾ ഫേസ് ചെയ്ത പ്രോബ്ലംസ്, ബോത്ത് അപ്സ് ആൻഡ് ഡൗൺസ് കൂടെ പറയുക. അതിലൂടെ ഓരോരുത്തർക്കും വേണ്ട പ്രിക്കോഷൻസ് എടുക്കാൻ കഴിയും. ആൻഡ് സ്റ്റാൻഡപ്പ് ഫോർ വുമൺ. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഇനിക്വാളിറ്റി അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ കാണാനിടയായാൽ അല്ലെങ്കിൽ അറിയാനിടയാവുകയാണെങ്കിൽ കോൾ ഇറ്റ് ഔട്ട്, വിളിച്ചു പറയുക. അത് പോയിൻ്റ് ഔട്ട് ചെയ്യാതെ എന്തുകൊണ്ടാണ് അൺബാലൻസ് അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സാമ്പിൾ, വർക്ക് സ്പേസ് റിക്രൂട്ട്മെൻറ്റ്. ഒരു ജോലി സ്ഥലത്ത് പ്രോപ്പറായിട്ടുള്ള ആളെയല്ല അവിടെ നിയമിച്ചിട്ടുള്ളത് എങ്കിൽ കോൾ ഇറ്റ് ഔട്ട്, അത് വിളിച്ച് പറയുക. എന്തുകൊണ്ടാണ് അവർ ക്വാളിഫൈഡ് ആകാത്തത് എന്നൊക്കെ. ആൻഡ് ഹു ആർ capable for that opportunities. അതുപോലെ തന്നെ ഷെയർ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ നിങ്ങൾ നല്ലൊരു ലീഡർഷിപ്പിലാണ് അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് പൊസിഷനിൽ ആണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ അല്ലെങ്കിൽ എത്തണമെന്നില്ല, നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് അറിയുകയാണ്, അതിന് ആപ്റ്റായ ആളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരെ അറിയിക്കുക. സോ ദേ കുഡ് എംപവർ അതർ വുമൺ. അതുപോലെ എൻകറേജ് അതർ വുമൺ. മറ്റ് സ്ത്രീകളെ എൻകറേജ് ചെയ്യുക ടു ഡു തിങ്സ്, കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ബിൽഡ് യുവർ നെറ്റ്വർക്ക്. മേക്ക് നെറ്റ്വർക്ക് വിത്ത് സ്ട്രോങ് പോസിറ്റീവ് മൈൻഡഡ് വുമൺസ്. സോ through telling your story, stand up for women, sharing opportunities, encouraging other women, build your network. ഇതിലൂടെയൊക്കെ ഒരു വുമണിന് മറ്റൊരു വുമണിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. There established constitutional provisions, special laws, and national policies in support of women empowerment for the socio-economic development of women and participation in decision making. Some of the laws policies are: Article 14 states men and women to have equal rights and opportunities in the political, economic and social sphere. Article 15, subclause 1, prohibits discrimination against any citizen on the ground of religion, race, sex, caste, etc. And Article 16 states equality of opportunities in matter of public appointment for all citizens. The Hindu Section Act 1956, which provides for women the right to parental property, and the Dowry Prohibition Act 1961, which declares the taking of dowry an unlawful activity and thereby prevents the exploitation of women. Then Medical Termination of Pregnancy Act 1971, which legalized abortion
considering the right of a woman to go for abortion on the ground of physical and mental health. The Indecent Representation of Women Prohibition Act 1986, which prohibits the vulgar presentation of women in the media such as newspaper, crime, TV, etc. The Protection of Women from Domestic Violence Act 2005 provides for more effective protection of the rights of women guaranteed under the Constitution who are victims of violence of any kind occurring within the family. So these are some of the laws, articles or provisions implemented by government in order to empower women. So these are some of the ways to empower a woman, that is through economic empowerment, political empowerment, education, financial stability, self-defense, schemes launched by Indian government and support other women. Then let's know about some inspiring women personalities in India. First one, Indira Gandhi. Indira Gandhi is the first woman Prime Minister of India. She is also known as Iron Lady of India. Mother Teresa. Mother Teresa, honored in the Catholic Church as Saint Teresa of Calcutta. Mother Teresa was the founder of Order of the Missionaries of Charity, a Roman Catholic congregation of women dedicated to helping the poor. Jhansi Rani. Jhansi Rani was one of the leading figures of Indian freedom fighter of 1857 and became a symbol of resistance to the British Raj for Indian nationalists. J. Jayalalitha. Jairam Jayalalitha was an Indian politician and actress who served 6 times as the Chief Minister of Tamil Nadu. Lakshmi Agarwal. Lakshmi Agarwal is an Indian acid attack survivor, a campaigner for rights of acid attack victims, and a TV host. And they released a Hindi film regarding the life of Lakshmi Agarwal named Chapak. Next is Fatima Bibi. Fatima Bibi is a former judge of the Supreme Court of India, appointed to the Apex Court in 1989. She became the first female judge to be a part of the Supreme Court of India and the first Muslim woman to be appointed to any of the higher judiciaries in our country. Mary Kom. Mary Kom is an Indian amateur boxer, politician, and incumbent member of Parliament, Rajya Sabha. And they released a film regarding the life of Mary Kom. Geeta Gopinath. Geeta Gopinath has been the chief economist of the International Monetary Fund, that's IMF, since 2019. In that role, she is the director of IMF
research department and the economic counselor of the fund. And Geeta Gopinath is a Malayali woman. She is from Kerala. Next, Kamala Suraya. Kamala Suraya, popularly known by her one-time pen name Madhavikutty and married name Kamala Das, was an Indian poet in English as well as an author in Malayalam from Kerala, India. Kamala Harris. Kamala Devi Harris is an American politician and attorney who is the 49th and current Vice President of the United States. She is the first female Vice President and the highest ranking female official in US history, as well as the first African American and first Indian American Vice President. So, through women empowerment, there could increase the literacy and the women gets higher educations. There will be better health care for herself and for her children as well her family. And there could avoid early marriage, that is more upper at marriage, and will be great work participation in modernized sector. Necessary financial and service support for self-employment, and she could be achieve knowledge for her rights, and she will be self-reliance, self-respect and dignity of being a woman. An empowered woman is powerful beyond measures and beautiful beyond description. സോ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും വുമൺ എംപവർമെൻറ്റിനെ പറ്റി അവെയർ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇറ്റ്സ് യുവർ ഡ്യൂട്ടി ടു എംപവർ ഓൾ വുമൺ ഇൻ യുവർ സൊസൈറ്റി. So I take this opportunity to thank our beloved Principal Rajiv Paul and my teachers as well, all the students and teachers of Higher Secondary School Koothatukulam for your time and patience. I hope this webinar is an eye-opener to you all. Once again, thank you all.